എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആലപ്പി അഷ്റഫ് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് ആലപ്പി അഷ്റഫിനെയും ശാന്തിവിള ദിനേശിനെയും പറ്റി പണ്ട് എങ്ങോ മലയാള സിനിമയിൽ അഭിനയിച്ച രണ്ട് കിളവന്മാർ എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ അവർക്കെതിരെ മാത്രമല്ല റിയാക്ഷൻ ചാനലിൽപ്പെട്ട കുറെ പേരുടെ പേരും കൂടെ കൂട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തെ അവമാനിച്ച് വീഡിയോ ചെയ്തു എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറുപടി എന്നോണം ആയിരിക്കണം ആലപ്പി അഷ്റഫ് എന്ന്. മലയാള സിനിമയിലെ ഒരു ക്രിമിനലാണ്. എവിടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചാലും അവിടെ പ്രശ്നം ഉണ്ടാക്കി പോവും. കൽക്കട്ടയിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞാൻ നീണ്ട വീഡിയോ പിന്നീട് ചെയ്യാം. ഡാഗിനി അമ്മൂമ്മയാണ് ഇവരെന്നൊക്കെ രീതിയിൽ ഒരു വീഡിയോ ശരിക്ക് പറഞ്ഞ് വിഷത്തള്ള എന്നുള്ള രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ എൽ പി ഇങ്ങനെയാണോ, അയ്യോ എൽ പിയെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ആയിട്ട് ആൾക്കാർക്ക് കമന്റ് ബോക്സിൽ എൽ പി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളി പേര് പറഞ്ഞിട്ടില്ല, എൽ പി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ട് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് കുക്കു പരമേശ്വരനെയാണ്. പക്ഷെ കുക്കു പരമേശ്വരനും ഇതേ ടൈപ്പാണ്. മല്ലിക സുമാരൻ കഴിഞ്ഞ ദിവസം ഹൈദരാലിയുടെ ഇന്റർവ്യൂ പറയുന്നുണ്ട്, എവിടെ ചെന്നാലും വഴക്കുണ്ടാകും കുക്കു പരമേശ്വരൻ. രണ്ട് പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ലൂസ് ടോക്കർ ആണെന്ന് പറഞ്ഞത് മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ കുക്കു പരമേശ്വരനാണ്. പിന്നെ ആദ്യം ഇപ്പൊ ഈ അമ്മയിലുണ്ടായ വിഷയങ്ങളുടെ തുടക്കം നിങ്ങൾക്കറിയില്ല, അതില്ല എന്ന സ്റ്റാഫിനോട് പിരിച്ചുവിടുകയും മോശമായിട്ട് സംസാരിക്കുകയും തല്ലാനൊരുങ്ങുകയും ഒക്കെ ചെയ്താണ് കുക്കു പരമേശ്വരൻ അതുല്യ. അതാണ് അവർ കൊണ്ട് കേസ് കൊടുത്തു മീഡിയയ്ക്ക് മുന്നിൽ വന്ന് എല്ലാ കാര്യവും പറഞ്ഞു. അന്ന് കുക്കു പരമേശ്വരൻ ക്യാരക്ടർ വളരെ മോശമാണെന്നുള്ള അറിയാൻ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഉണ്ണി ശിവപാൽ എന്ന ട്രഷറർ വളരെ ഏകാന്ത കാമുകനാണ്, അതുകൊണ്ട് അയാൾക്കൊപ്പം സഹകരിച്ചു പൊക്കോ എന്ന് ആ പെൺകുട്ടിയോട് ഈ കുക്കു പരമേശ്വരൻ പറഞ്ഞു. ഒരു പിമ്പിന്റെ പണി പോലെയല്ലേ അത്? മറ്റൊരു പുരുഷനോട് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് പറയാം, ആ പുരുഷനുമായിട്ട് നീ സഹകരിച്ചു പോക്ക, എങ്കിൽ നിനക്ക് ഇവിടെ രാജ്ഞിയായിട്ടിരിക്കാം, ഇല്ല ഞാൻ പിരിച്ചുവിടും. ശ്വേത, അതായത് പ്രസിഡന്റ് എന്ന് പറയുന്ന വെറും റബ്ബർ സ്റ്റാൻഡാണ്, സെക്രട്ടറിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ പ്രസിഡന്റ് അറിഞ്ഞുപോലുമില്ല, സെക്രട്ടറി ആ പെൺകുട്ടിയെ അങ്ങ് പിരിച്ചുവിട്ടു. പിന്നെ ആ പെൺകുട്ടിയെ പറ്റി അപവാദങ്ങളും സെക്യൂരിറ്റിയൊക്കെ ചേർത്ത് പറഞ്ഞ് ആ പെൺകുട്ടി നേരെ കൊണ്ട് കേസും കൊടുത്തു. മീഡിയയ്ക്ക് മുന്നിൽ വന്ന് എല്ലാം പറയുകയും ചെയ്തു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. പിന്നെ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ 75 ലക്ഷം രൂപ മേടിച്ചതിനെ അൻസിബ എതിർക്കുന്നു. അങ്ങനെ പിന്നെ അൻസിബയുടെ പുറത്തോട്ടായി. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വഴിത്തിരിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുക്കു പരമേശ്വരനോട്ടും മോശമല്ല. കുക്കു പരമേശ്വരനാന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല സത്യം. ഇത് ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് എൽ പിയെ കുറിച്ചാണ്, ലക്ഷ്മി പ്രിയയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് കേൾക്കുക. ഈ ഭരണസമിതി രാജിവെച്ചൊഴിയാനുള്ള കാരണങ്ങളെക്കുറിച്ച് സത്യസന്ധമായി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അമ്മയെന്ന പരിശുദ്ധമായ പാലിൽ ഒരു തുള്ളി വിഷം വീണതാണ് ഇതിനെല്ലാം കാരണം. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കയറി യാതൊരു വിവരവുമില്ലാതെ വാചകക്കസർത്ത് നടത്തുന്ന, കഴുത്തിന് ചുറ്റും നാവുള്ള നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരമ്മ സ്ത്രീ സംഘടനയിൽ കടന്നുകൂടിയതാണ് ഈ ഭരണസമിതിയുടെ സർവനാശത്തിന് വഴിവെച്ചത്. ഒരു നടിയെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ മലയാള സിനിമയിൽ യാതൊരു അടയാളപ്പെടുത്തലുകളും അവർ നടത്തിയിട്ടില്ല. വർഷങ്ങളായി സിനിമയിലൊന്നും മുഖം കാണിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും സംവിധായകർ വിളിച്ച് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ അവസരം കൊടുത്താൽ ആ സംവിധായകനെ പിന്നെ അവരുടെ ശത്രുവായി കാണും. ഇനി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ ആ പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അവരുടെ ശത്രുവായി മാറും. പിന്നീട് അവരെ കുറിച്ച് ഇല്ലാക്കഥയും പൊല്ലാക്കഥയും കെട്ടുകഥകളും ചമച്ച് അയാളെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അഴിച്ചുവിടും. വാ തുറന്നാൽ ക്ലോസറ്റ് പോലും നാണിച്ചു പോകും. ഇനി അമ്മയുടെ പ്രസിഡന്റായിരുന്ന നടി ശ്വേതാ മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത നടിയാണ്. പാലേരി മാണിക്യവും രതി നിർവേദവും മാത്രം മതിയല്ലോ മലയാള സിനിമയിൽ അവരെ അടയാളപ്പെടുത്താൻ. ഇതുകൂടാതെ എത്രയെത്ര വലിയ ചിത്രങ്ങളുടെ ഭാഗമായി നായികയായും മറ്റ് കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകിയിട്ടുള്ള കഴിവുറ്റ ഒരു കലാകാരിയാണ് അവർ. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു ഡിഗ്നിറ്റി ഉണ്ട്, കുടുംബ മഹിമയുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഒരു നിലവാരവുമില്ലാത്ത മോശം വാക്കുകൾ നമ്മൾ ആരും കേട്ടിട്ടുമില്ല. ഇവിടെ കഴിവും തന്റേടവും വിദ്യാഭ്യാസവും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിവുള്ള ശ്വേതയ്ക്ക് സംഭവിച്ചത് കൂടെ കൂടിയ ചില വിഷജന്തുക്കളുടെ അഭിപ്രായം ചെവിക്കൊണ്ടതാകാം. അതുപോലെ തന്നെ അൻസിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൃശ്യമെന്ന ഒരൊറ്റ ചിത്രം മാത്രം മതിയല്ലോ അവരെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്താൻ. സംസാരത്തിൽ മിതത്വവും മാന്യതയും പക്വതയും ഉറപ്പുവരുത്തി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുവാനുള്ള അൻസിബയുടെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടിയാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും. അവിടെയൊക്കെ കൂടെ നിന്ന് പണി കൊടുത്ത വിഷവിത്തിനെ തിരിച്ചറിയാതെ പോയതാണ് ഇവർക്ക് പറ്റിയ വലിയ പരാജയം. വാക്കുകൾ കൊണ്ട് പാര പണിയുന്നതും ആക്ഷേപിക്കുന്നതും മാത്രമല്ല, അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ സ്വഭാവക്കാരി കൂടിയാണ് ഇവർ. പണം തട്ടിപ്പ് കേസ് മാത്രമല്ല, സിനിമയിൽ അധികമാർക്കും അറിയാത്ത എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട പല വക്കീലന്മാർക്കും അറിയാവുന്ന കൽക്കട്ടയിൽ വെച്ച്
നടന്ന ഒരു വലിയ സംഭവ കഥയുണ്ട്. ആ നീണ്ട കഥ പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ തെളിവ് സഹിതം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതുകൊണ്ട് കൂടിയാണ് നടിയെന്ന് അവകാശപ്പെടുന്ന ഈ തള്ള ഒരു ബോൺ ക്രിമിനൽ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത്. കാര്യസാധ്യത്തിന് വേണ്ടി എന്തുടായ്പും കാണിക്കുന്ന ഒരു മുതു തള്ളയാണിവർ. തള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ അവതാരം. ആറാം തമ്പുരാനിലെ മോഹൻലാലിന്റെ ഡയലോഗ് കടമെടുത്താൽ നടിയെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിപ്പിക്കുന്നതിൽ മനസ്താപമുണ്ട്. ഇതിനിടെ അറിയാവുന്ന നാറിയ കളികളെല്ലാം കളിക്കുമെന്നും എനിക്കറിയാം. ഇതൊക്കെ ഇവരുടെ സ്വഭാവ മഹിമ കണ്ടും കേട്ടും പറഞ്ഞു പോയതാണ്. ഇത്രയും വലിയൊരു സംഘടനയെ വിഷവും വർഗീയതയും കള്ളക്കേസിലുമൊക്കെ കുടുക്കി തച്ചുടച്ച് കയ്യിൽ കൊടുത്ത ആ ക്രിമിനൽ ബുദ്ധിയുണ്ടല്ലോ, അതിന്റെ മുന്നിൽ ഒരു ദക്ഷിണ വെച്ച് നമസ്കരിച്ചോട്ടെ. എല്ലാ സ്ത്രീകൾക്കും നടിമാർക്കും കണ്ടുപഠിക്കാവുന്നതും അനുകരിക്കാവുന്നതുമായ ഒരു നടിയുണ്ട് അമ്മ സംഘടനയിൽ. അത് മറ്റാരുമല്ല, നടിയും സംരംഭകയും ഒരു വലിയ സിനിമാ കമ്പനിയുടെ അമരക്കാരിയുമായ ഷീലു എബ്രഹാമാണ്. ഇപ്പോൾ രാജിവെച്ചൊഴിഞ്ഞ ഭരണസമിതിയിലേക്ക് അവരും നോമിനേഷൻ നൽകിയിരുന്നു. അവസാന നിമിഷം അവരെങ്ങനെ ഒഴിവായി എന്ന് അവർക്ക് പോലും അറിയില്ല. ഷീലു ഒരു വ്യക്തിയല്ല, ഒരു വലിയ പ്രസ്ഥാനം തന്നെ. ഇപ്പൊ ഇത് കേട്ടല്ലോ, ഇതിന്റെ പുറത്ത് ഇനി ആൾക്കാര് കമന്റ് ഇട്ടിരിക്കുന്ന കൽക്കട്ടയെ വെച്ച് നടന്നതെന്താ, അത് പെട്ടെന്ന് പോരട്ടെ, വെയിറ്റ് ചെയ്യാണ്, ഓ നമ്മുടെ ലക്ഷ്മിപ്രിയ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവരെല്ലാം പരസ്പരം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയും. നമ്മൾക്കൊന്നും ഇവരെ പറ്റി അറിയാൻ മേലാത്ത അതീവ രഹസ്യങ്ങളായ കാര്യങ്ങൾ വരെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു വരും. ആലപ്പി അഷ്റഫും ശാന്തിവിള ദിനേശ് ഇപ്പം മലയാള സിനിമയെ പലരോടും ചോദിച്ചാൽ ലക്ഷ്മിപ്രിയയുടെ പേര് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ആ സ്ത്രീയുടെ പേര് പറയില്ല ഞങ്ങൾ എന്ന് വെച്ചാൽ അത്രയും നികൃഷ്ട ജീവിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് അറിയാവുന്ന കാര്യം പുള്ളിക്കാരത്തി വന്ന് പറയും. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ലക്ഷ്മിപ്രിയയ്ക്ക് എന്തുകൊണ്ടോ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പുള്ളിക്കാരത്തെ പറ്റി ആർക്കും തോന്നുന്ന ഒരു കാര്യം സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം, രണ്ടാമതൊരു അഹങ്കാരിയായിപ്പോയി എന്നുള്ളൊരു മെസ്സേജാണ് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഒരു പ്രായത്തിനെത്തി കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം നമ്മളെക്കുറിച്ചും സ്വയം. എപ്പോഴും ഞാനെന്ന ഭാവം സൂര്യന്റെ താഴെയുള്ള എന്തിനെക്കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ല ഞാൻ പറയുന്ന ശരി എന്നും പറഞ്ഞ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളെ വിചാരങ്ങൾ അടിച്ചേൽപ്പിച്ച് സംസാരിക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. അവർ ഒരിക്കൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ ശരിയാണ് അല്ല ഞാൻ പറയുന്നത് ശരി, അങ്ങനെയില്ല. ആരെ മുന്നിൽ കിട്ടിയാലും ഞാനാണ് ശരി, എനിക്കാണ് എല്ലാ വിവരമെന്നും പറഞ്ഞ് അങ്ങ് അടിച്ചേൽപ്പിക്കുക. അത് ആൾക്കാർ കേട്ട് നിൽക്കുന്നവരുടെ മനസ്സിൽ അപ്പം തന്നെ എന്തൊരു വിവരദോഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.